ട്രിബ്യൂണലിന്റെ നിർദ്ദേശമനുസരിച്ച് ഡ്രോപ്പ് ചെയ്ത കേസാണിത്. ഏതെങ്കിലും കോടതിയുടെ നിർദ്ദേശമോ എടുത്തു പറയാനൊരു പരാതിക്കാരനോ ഇല്ലാതെ ഇങ്ങനെ ഒരു റീ ഇൻവെസ്റ്റിഗേഷൻ വരണമെങ്കിൽ പൊളിറ്റിക്കൽ പ്രഷർ ഇല്ലാതെ മറ്റൊന്നും ആവില്ലെന്നത് മനസ്സിലാക്കാൻ തന്റെ പോലീസ് ബുദ്ധി ധാരാളം. പിന്നെ ഇങ്ങനൊരു ചോദ്യം കൊണ്ട് താൻ ഉദ്ദേശിച്ചത്? പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണമെന്നില്ല സർ. തന്നോട് പറയാൻ എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? ഹോം മിനിസ്റ്റർ സാക്ഷാൽ കുരുവിത്തടത്തിൽ കുരിയച്ചൻ. ഈ ആനക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലം മന്ത്രിയുടെ മണ്ഡലമാണ്. എന്തെങ്കിലും താല്പര്യം കാണും. എന്തു പറ്റിയടോ? ശരിക്കും ഒരു റീ ഇൻവെസ്റ്റിഗേഷൻ അത്യാവശ്യമാണ്. പഴയ ഇൻവെസ്റ്റിഗേഷനിലും പ്രൊസീജിയേഴ്സിലും പ്രത്യക്ഷമായ ക്രമരാഹിത്യമുണ്ട് സർ. പിന്നെ ഈ കേസ് അന്വേഷിച്ചിരുന്ന ഡിവൈഎസ്പി മേക്കാടനോട് സംസാരിച്ചപ്പോൾ അത് ബലപ്പെടുകയാണ്. ഈ കേസ് ഡ്രോപ്പ് ചെയ്യുന്നതിൽ അയാൾക്കെന്തോ ധൃതി ഉണ്ടായിരുന്നായിട്ട് തോന്നും റിപ്പോർട്ട് വായിച്ചാൽ. എന്നുവെച്ചാൽ താൻ ഉദ്ദേശിക്കുന്നത്? അന്വേഷണവും റിപ്പോർട്ടും ഒന്നും വിശ്വസനീയമല്ല സർ. എവറിത്തിങ് ഈസ് ഫാബ്രിക്കേറ്റഡ്. അപ്പോ താൻ കുഴപ്പങ്ങൾ അകത്ത് തന്നെയാണ് മണക്കുന്നത് അല്ലേ? എളുപ്പത്തിൽ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് സാർ. അതായത് മരണം കൊലപാതകമാണെന്ന് ഉറപ്പിക്കാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ധാരാളമാണ്. മാത്രമല്ല എൻ്റെ കാഴ്ചപ്പാടിൽ ഇത്രയ്ക്ക് ഡയറക്റ്റഡായിട്ടുള്ള ഒരു കേസ് വളരെ റെയറാണ് സാർ. പിന്നെ കൊല നടത്താനുള്ള മോട്ടിവേഷൻ, കൊലപാതകയുടെ ഐഡന്റിറ്റി, ഇങ്ങനെ ചിലത് മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിലുള്ളത്. പക്ഷേ കൊലപാതകയുടെ ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഈ കേസ് വൈൻഡപ്പ് ചെയ്യാനുള്ള പ്രധാന കാരണം. ഒരളവ് വരെ പോലീസ് നിസ്സഹായരായിരുന്നു എന്നാണ് റിപ്പോർട്ട്. നിസ്സഹായത, ചെയ്യാനുള്ളത് ചെയ്യാതിരിക്കുന്നതാണ് നിസ്സഹായത. ആ അർത്ഥത്തിൽ അത് കറക്റ്റാ, സമ്മതിക്കാം. താൻ പറഞ്ഞു വരുന്നത്? വിശദമായി പറയാം സാർ. റേഞ്ചർ കൊല്ലപ്പെട്ട ദിവസം അയാളുടെ ഭാര്യ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്, സമ്മതിക്കാം. കൊല നടന്ന ദിവസം ടൗണിലെ വീട്ടിൽ മുത്തു വന്നിരുന്നെന്നും അയാൾ റേഞ്ചറെ അന്വേഷിച്ചിരുന്നുവെന്നും അവർ പറയുന്നു. റേഞ്ചർ വീട്ടിലില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നെന്നും പറഞ്ഞത് വിശ്വസിക്കാതെ അയാൾ വീട്ടിൽ അതിക്രമിച്ച് കടന്നുവെന്നും അവരുടെ മൊഴിയിലുണ്ട്. എന്നിട്ട് പോകാൻ നേരത്ത് റേഞ്ചർക്കുള്ളത് തൻ്റെ കയ്യിലുണ്ടെന്നും താമസിയാതെ അത് കൊടുത്തുകൊള്ളാമെന്നും ഭീഷണി മുഴക്കി പോലും. ശരി, അത് കഴിഞ്ഞ് ഏതാണ്ട് 4 മണിക്കൂർ കഴിയുമ്പോൾ അതേ വീട്ടിൽ വെച്ച് അയാൾ കൊല്ലപ്പെടുന്നു. സ്വാഭാവികമായും അന്വേഷണം ആ ആളെ ട്രേസ് ചെയ്യുന്നതിലല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? തീർച്ചയായും സാർ, അതില് അസ്വാഭാവികമായിട്ട് യാതൊന്നും തന്നെയില്ല. പിന്നെ താൻ വാ. റഷീദ്, താൻ സത്യത്തിൽ ശരിക്കും നല്ല സമയത്താ വന്നത്. സർ, തനിക്കറിയാമോ ഇയാളെ? വഴിയെ പോകുന്ന വണ്ടികളെല്ലാം കൈ കാണിച്ച് പിടിച്ച് ഇവിടെ കശപിശി ഉണ്ടാക്കി നടക്കുകയായിരുന്നു. ആന്റി കറപ്ഷൻ സെല്ലിലായിരുന്നു. തനിക്ക് വേണ്ടി ഹോം മിനിസ്റ്ററോട് റെക്കമെൻഡ് ചെയ്ത് വരുത്തിയതാ ഞാൻ ഇയാൾ. താനങ്ങ് ഏറ്റോ ഒത്ത മുതലാ. പിന്നെ തനിക്ക് ഇവൻ പ്രയോജനപ്പെടും. ആ ആനക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലം ഇയാൾക്ക് നല്ല പരിചയമുണ്ട് അല്ലടോ? സർ. ഹലോ, ഞാൻ കൃഷ്ണമൂർത്തി. അറിയാം സർ. താനും വാ. സർ, ലെറ്റ്സ് ഫോളോ ദ പ്രോസസ് അഗെയിൻ. പിന്നീടവർ, അതായത് റേഞ്ചറുടെ ഭാര്യ, വീട്ടിൽ അതിക്രമിച്ച് കടന്ന പുള്ളിയെ ഐഡന്റിഫൈ ചെയ്തു. വാൾട്ടർ മുത്ത്. അതും നമ്മുടെ ഫയൽ ഫോട്ടോ ഉള്ള സഹായത്തോടെ. ഇതാ സർ, ഇതാണ് ആ മോതിരം.
ആനക്കൊല്ലി എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട ക്രിമിനൽസുമായി റിലേറ്റ് ചെയ്താണ് പിന്നീട് കേസ് നീങ്ങിയത്. ഈ വാൾട്ടർ മുത്തുവിന് അവിടവുമായി ബന്ധപ്പെട്ട് ഒരു ക്രിമിനൽ ഹിസ്റ്ററി ഉണ്ട്. 1-2 പ്രാവശ്യം അവൻ നമ്മുടെ വലയിൽ വീണിട്ടുമുണ്ട്. പക്ഷേ അയാളെ നമ്മൾ തമിഴ്നാട് പോലീസിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. ഒരു PC-യെ കൊന്നതടക്കം 7 കേസുകൾ ഉണ്ടായിരുന്നു അന്ന് അവൻ്റെ പേരിൽ. വാച്ച് ഇറ്റ് സർ. അതെ സർ, ഒരു മയക്കുമരുന്ന് കേസ്. അതിനെ തുടർന്നാണ് ഏകദേശം 1 വർഷം മുമ്പ് ഇവൻ നമ്മുടെ വലയിൽ വീണത്. പിന്നീട് തമിഴ്നാട് പോലീസിൽ നിന്നുള്ള വിവരങ്ങളാണ് നമ്മൾ ആകെ കുഴയ്ക്കുന്നത്. അതായത് ഇവൻ റേഞ്ചർ മരിക്കുന്നതിന് 6 മാസങ്ങൾക്ക് മുമ്പ് സേലത്തിനടുത്ത് തിണ്ണപ്പെട്ടി എന്ന സ്ഥലത്ത് വെച്ച് പോലീസുമായി ഉണ്ടായ ഒരു ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു എന്നതാണത്. സർ, ഇതവൻ്റെ പോസ്റ്റ്മോസ്റ്റ് പോർട്രേറ്റ്. സർ, ഇതവൻ്റെ പോസ്റ്റ്മോസ്റ്റ് പോർട്രേറ്റ്. അപ്പോൾ റേഞ്ചറുടെ ഭാര്യയുടെ മൊഴി ഒരു ഇല്യൂഷൻ മാത്രമായി തീരുകയാണ് ഇവിടെ. പക്ഷേ ആനക്കൊല്ലി റേഞ്ച് ഓഫീസിലെ PC 1 മിസ്റ്റർ രാജേന്ദ്രൻ, അയാളുടെ മൊഴി ഇവിടെ പ്രധാനമാണ്. സർ, രാജേന്ദ്രൻ്റെ മൊഴി ജനൂനാണ്. അയാളും കണ്ടിട്ടുണ്ട് ഈ പഹേനെ. റേഞ്ചറിൻ്റെ മരണത്തിന് 2 ദിവസം മുമ്പ് ഇവൻ ആ റേഞ്ച് ഓഫീസിൽ വന്നുവെന്നും എന്തോ കാരണത്താൽ റേഞ്ചറുമായി ഒരു വാക്കുതർക്കമുണ്ടായെന്നും അയാൾ പറയുന്നു. நீ ஏன் கூட ஃபுட்பால் விளையாடதப்பா, அப்புறம் நீ இந்த உலகத்தையே பார்க்காம போயிடுவே. சொல்ல வேண்டியதுக்கிட்ட தான் சொல்லி இருக்கேன். அதுக்கப்புறம் உன் தலையை நுழைக்காது. அப்புறம் கழுத்துக்கு மேலே உன் தலை இருக்காது. பாக்குறதுக்கு ரொம்ப அசிங்கமா இருக்கு. നിന്റെ ചിറ്റഴിക്കല്ലേ അങ്ങ് ചിറ്റമ്പള്ളി ചന്താ മതി. இந்த கையை பாத்தியா? உனக்கு அழுறதுக்கு கூட டைம் கிடைக்காது. அதனால இப்பவே நல்லா பார்த்து. என்னடா என்ன?
ஆட்டுறதுக்கு மட்டும்தான் நாய் வாலு, கொலைக்கிறது அது கிடையாது. நான் இனி ஒரு வாட்டி விட வரேன்னு வச்சுக்கோ, அது ஓ ஐயாவோட உயிர் எடுக்கிறதுக்காக ஆயிருக்கு. போய் சொல்லலாம். போய் சொல்லலாம். ஊருக்கு நாயே. ഞാൻ അയാളുമായി സംസാരിച്ചിരുന്നു. റേഞ്ച് ഓഫീസിൽ വെച്ച് വാക്കേറ്റമുണ്ടായപ്പോൾ അയാളാണ് അവനെ സ്റ്റേഷനിൽ നിന്നും പിടിച്ചു പുറത്താക്കിയത്. പക്ഷേ അതുകൊണ്ട് കൊല നടത്തിയത് ഈ പറയുന്ന മുത്തു ആണെങ്കിൽ അത് തെളിയിക്കാനുള്ള പഴുതുകൾ അവസാനിക്കാനിവിടെ. കാരണം മുത്തു ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവില്ല, മറിച്ച് മുത്തു മരിച്ചു എന്നുള്ളതിന് തെളിവുണ്ട് താനും. അതും കൊല നടക്കുന്നതിന് മുമ്പേ കൊലപാതകി മരിച്ചിരിക്കുന്നു. അതെ, അത് തന്നെയാണ് പ്രശ്നം. യെസ് സർ, അത് തന്നെയാണ് പ്രശ്നവും. അതായത് വാൾട്ടർ മുത്തു മരിച്ചു എന്നതിന് തെളിവുണ്ട്, പോലീസ് റെക്കോർഡ്സ്. പക്ഷേ മുത്തു കൊല നടന്ന സമയത്ത് ജീവിച്ചിരുന്നു എന്നതിന് തെളിവുകളൊന്നും ഇല്ലതാണ്. എക്സാക്ട്ലി അതല്ലേ സർ? മരിച്ചുപോയ ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിവുണ്ടാക്കുന്നത് എങ്ങനെ? താൻ എന്താണോ ഉദ്ദേശിക്കുന്നത്? സർ, അത് കൊന്നത് മുത്തുവാണ് എന്നതാണ് നമ്മുടെ ഹൈപ്പോത്തീസിസ് എങ്കിൽ ആ കൊല തന്നെയാണ് സാർ അവൻ ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവ്. മരിച്ചുപോയ ഒരാൾക്ക് ആരെയും കൊല്ലാൻ സാധിക്കില്ലല്ലോ. എന്ന് വെച്ചാൽ സർ, കൊന്നത് മുത്തുവാണെങ്കിൽ അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ കൊല നടത്തിയത് മുത്തുവല്ല. അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണല്ലോ പോലീസിന്റെ പ്രശ്നം. സ്ഥിരീകരിക്കാനായി യാതൊന്നും ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം. PC രാജേന്ദ്രന്റെ മൊഴി കൂടി വന്ന സ്ഥിതിക്ക് വോൾട്ടർ മുത്തുവിനെക്കുറിച്ച് നാട്ടുകാർക്ക് എന്തെങ്കിലും അറിയുമോ എന്നൊരു അന്വേഷണം കൂടി ഉണ്ടായിട്ടില്ല സർ. ഒരു പത്രത്തിൽ അയാളുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്യുകയോ വിവരം ശേഖരിക്കുകയോ മറ്റോ ഡെത്തിന്റെ പേരിലുള്ള ഇത്തരം ആൽബി ഐഡന്റിറ്റിയുടെ മുഖം മൂടിയടിഞ്ഞ് മുമ്പും ആസൂത്രിതമായ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ആട്ടെ, കൊല നടന്ന വീടും പരിസരവും താൻ ശരിക്കും സ്റ്റഡി ചെയ്തോ? യെസ് സർ, ഇതാണ് ആ വീട്. റേഞ്ചറുടെ ഡെഡ് ബോഡി വീണ് കിടന്നത് ഇവിടെയാണ്. സർ, ഒരു സംശയം. ഈ റേഞ്ചർ ഉറങ്ങാൻ കിടന്നതിന് ശേഷമല്ലേ മരണം നടന്നത്? അപ്പോൾ ഒരുമിച്ച് കിടന്ന ഭാര്യയ്ക്ക് എന്തെങ്കിലും അറിയാതിരിക്കില്ലല്ലോ.
അയാൾ പുറത്തു വന്നത് എങ്ങനെയാണെന്നോ അങ്ങനെ? അവരുടെ മൊഴി അനുസരിച്ച് അയാൾ വൈകിയാണ് വീട്ടിലെത്തിയത്. അന്ന് നന്നായി മദ്യപിച്ചിരുന്നതിനാൽ അയാൾ അവർക്കൊപ്പമല്ല കിടന്നുറങ്ങിയത്. ഉറങ്ങിക്കാണും. ഓ, വിളക്കണഞ്ഞില്ല. പണം അതെ, വഴിക്ക് വിലങ്ങാന്നോ? ആ, വഴിക്ക് വിലങ്ങിയാലേ മുട്ടറുത്തു വിടും ഞാൻ. ഒരുത്തനെ വക വയ്ക്കാതില്ല. എടി ഭാര്യ, ഞാൻ നന്നായിട്ട് കഴിച്ചു. കരയാതോ? പോവാതോ? ബൈ. ആരെങ്കിലും കയറി വരും. അന്ന് നന്നായി മദ്യപിച്ചിരുന്നതിനാൽ അയാൾ അവർക്കൊപ്പമല്ല കിടന്നുറങ്ങിയത്. സ്വീകരണ മുറിയിലെ സോഫയിലാണ് കിടന്നത്. പിറ്റേന്ന് കാലത്ത് അവർ അയാളെ കാർപോർച്ചിൽ മരിച്ച നിലയിൽ കാണുകയായിരുന്നു. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിച്ചില്ല. ഇതെന്തൊരു കരച്ചിലാ കുഞ്ഞുവാവേ. വാ വാ വോ വാ വാ. ഷെടാ, മണി എത്രയായെന്നോ? ആ ചെറുക്കൻ പാലും കൊണ്ടുപോയി കാണുകയും ചെയ്യും. പാത്രം വയ്ക്കാനെ കൊണ്ട് മറന്നും പോയി. ഒരുമാതിരി ചെക്കനാ. എന്നാ പാത്രം കണ്ടില്ലെങ്കിൽ ഒന്ന് വിളിക്കത്തുമില്ല. വന്നു പാളി നോക്കിയച്ചങ്ങ് പോവും. വാതിലും തുറന്നിട്ട് കാലത്ത് എഴുന്നേറ്റ് കാലടിക്കാൻ വീണ്ടും പോയോ?